പ്രസന്റ് ചെയ്ത എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും ഉള്ള രജിസ്ട്രേഷൻസിനെ കുറിച്ച് സംസാരിക്കും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൺസൾട്ട് ചെയ്താൽ വിളിച്ചാൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ എക്സ്പോർട്ട് ബിസിനസ്സിലോട്ട്, കയറ്റുമതി വ്യാപാരത്തിലോട്ട് കടന്നു വരുന്ന ചെറുപ്പക്കാർ, സാധാരണക്കാർ, വലിയ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ പോലും കയറ്റുമതി വ്യാപാരത്തിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേംസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എയർവേ ബിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് അറിയില്ല. അതുപോലെ തന്നെ പ്രൊഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് അറിയില്ല. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഈ പാർട്ടിൽ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്കിപ്പോ പറഞ്ഞതുപോലെ തന്നെ ആ വേർഡ് ഞാൻ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ പെർഫോമ ഇൻവോയ്സിനെ കുറിച്ച് പറയാം. ഈ പെർഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊപ്പോസല്, നമ്മൾ ഒരു ബയ്യറുമായിട്ട് സംസാരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ ഇനിയുള്ള എപ്പിസോഡുകളിൽ വരുന്നുണ്ട്. മാർക്കറ്റിംഗ് ചെയ്യുന്ന രീതികൾ, മാർക്കറ്റിംഗ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരാളിനെ പരിചയപ്പെട്ടപ്പോഴും നമ്മൾ അയാളോട് ചോദിക്കും, നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ ചോദിക്കും, അയാൾ പ്രൈസ് ചോദിക്കും, നമ്മൾ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ റിക്വയർമെന്റ് എന്ന് ചോദിക്കും, ക്വാളിറ്റി എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കും, പാക്കിംഗ് എങ്ങനെയാണ് വേണ്ടതെന്ന് ചോദിക്കും, ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്, ബൈ എയർ ആണോ സി ആണോ എന്ന് ചോദിക്കും, ഏത് പോർട്ടാണ് ഡെസ്റ്റിനേഷൻ ചോദിക്കും. ഇതൊക്കെ നമുക്ക് ഈ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുമ്പോൾ സാധാരണ അവരിങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ വിട്ടുപോകാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ബയ്യറിനോട് ചോദിക്കുന്ന ഡീറ്റെയിൽസ് ചോദിക്കുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. അതിനെ ഒരു ആദ്യത്തെ ഡോക്യുമെന്റ് ആയിട്ട് പറയാം. അതിന്റെ പേര് LOI എന്നാണ്, ലെറ്റർ ഓഫ് ഇന്റന്റ്. അപ്പൊ ലെറ്റർ ഓഫ് ഇന്റന്റിന്റെ അകത്ത് അയാൾ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഗ്രേഡ്, ഏത് ഗ്രേഡാണ്, ഏത് ക്വാളിറ്റിയാണ്, ഏത് പോർട്ടിലോട്ടാണ് വേണ്ടത്, ഏത് പ്രൈസ് ആണ്, എക്സ്പെക്ടഡ് പ്രൈസ്, ടാർഗറ്റ് പ്രൈസ് എന്തോ ആണ്, അതുപോലെ തന്നെ ഏത് ഡെസ്റ്റിനേഷൻ ആണ്, എങ്ങനെയുള്ള പാക്കിംഗ് ആണ്, 50 കിലോയുടെ പാക്കിംഗ് ആണോ, 30 കിലോയുടെ പാക്കിംഗ് ആണോ, 5 കിലോ അരിയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ബസ്മതി റൈസ് ആണ് അയക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഹോൾസെയിൽ ആയിട്ട് നമ്മൾ ഹോട്ടലുകളിലും മറ്റ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കാറ്ററിംഗ് കമ്പനീസിന് വേണ്ടി സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ആവശ്യപ്പെടുന്നത് 40 കിലോ പാക്കറ്റോ 50 കിലോ പാക്കറ്റായി. 40 കിലോ അവരുടെ സൗകര്യത്തിന് വേണ്ടി, അവർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇതിനകത്ത് വേറൊരു ഫാക്ടറും കൂടെ ഉണ്ട്. നമ്മൾ ഒരാള് ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർക്ക് എടുത്ത് മറിച്ച് കയറ്റ തൊഴിലാളിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് ആയിരിക്കും സാധാരണ ആവശ്യപ്പെടുന്നത്. അതേസമയം ഇപ്പൊ നമ്മൾ ദുബൈയിലുള്ള ലുലു മാളിലാണ് സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ വേറെ ഏതെങ്കിലും ഒരു ചെയിനിലാണ് സപ്ലൈ ചെയ്യുന്നത്. അവർ ചോദിക്കുക അതായിരിക്കില്ല. അവർ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, 5 കിലോ പാക്കറ്റ്, 1 കിലോ പാക്കറ്റ് ഒക്കെ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ബസ്മതി റൈസ് കുറച്ച് വില കൂടിയ റൈസ് ആയതുകൊണ്ട് ആൾക്കാർ 1 കിലോ 2 കിലോ പാക്കറ്റ് ആയിരിക്കും കൂടുതൽ വാങ്ങിക്കുക. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ബസ്മതി റൈസ്, ഇന്ത്യ ഗേറ്റ് പോലെയുള്ള നല്ല ബ്രാൻഡുകൾ പോകുന്നു 1 കിലോ 2 കിലോ പാക്കറ്റ് ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ 5 കിലോ പാക്കറ്റ് വാങ്ങുന്നവരും പല പല പർപ്പസ് ആണ്. ഹോട്ടലുകൾക്ക് സപ്ലൈ ചെയ്യുന്നതിനും 5 കിലോ പാക്കറ്റ് സപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെയുള്ള പാക്കിംഗ് ആണ് ആവശ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ലെറ്റർ ഓഫ് ഇന്റന്റ് അവർ പ്രിപ്പയർ ചെയ്തെത്തിക്കും. അവരുടെ ലെറ്റർ പാക്ക് അത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഉടനെ തന്നെ ഡെസ്റ്റിനേഷൻ ഏതെങ്കിലും ഒരു പോർട്ടിന്റെ പേര് ഇപ്പൊ ബന്ദർ അബ്ബാസ് ആണ്. ബന്ദർ അബ്ബാസ് ആണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ നമ്മുടെ CHOയോട് ചോദിക്കാം, ബന്ദർ അബ്ബാസിലോട്ട് നമുക്ക് എനിക്കൊരു CNF കൊടുക്കണം, അതിന് എത്രയായിരിക്കും ഫ്രൈറ്റ് വരുന്നത്, ഫ്രൈറ്റ് ആൻഡ് അതർ എക്സ്പെൻസസ് എന്തൊക്കെയാണ്, ഒരു ബില്ലിന്റെ മുകളിൽ എന്തൊക്കെയാണ് എക്സ്പെൻസസ് വരുന്നതെന്ന് പറഞ്ഞ് അയാളോട് ചോദിക്കുമ്പോൾ CHA ഒരു കൊട്ടേഷൻ നമുക്ക് തരും. ഇത്ര രൂപ വരും ഒരു കണ്ടെയ്നർ പോകുന്നെങ്കിൽ, ഇത്ര കിലോ അല്ലെങ്കിൽ ഇത്ര ടൺ ഒരു കണ്ടെയ്നറിന്റെ അകത്ത് കയറും. അപ്പൊ അവരോട് നമ്മൾ പറയും, ഇത്ര കണ്ടെയ്നേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അതിൻ്റെ അകത്ത് ഉള്ള ക്വാണ്ടിറ്റി ഇങ്ങനെയാണ്. അങ്ങനത്തെ രീതിയിലായിരിക്കും LOI പ്രിപ്പയർ. LOI ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്, ലെറ്റർ ഓഫ് ഇന്റന്റ്. അത് നമ്മുടെ കസ്റ്റമർ, നമ്മുടെ ബയ്യറിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടതാണ്. ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ് പെർഫോമ ഇൻവോയ്സ്. LOI നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു പെർഫോമ ഇൻവോയ്സ് ഉണ്ടാക്കി നമ്മൾ അയക്കാൻ പോകുന്ന കൊമേഴ്സ്യൽ ഇൻവോയ്സിന്റെ ഒരു മോഡലാണ് പെർഫോമ ഇൻവോയ്സ്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊപ്പോസലാണ് പെർഫോമ ഇൻവോയ്സ്. പെർഫോമ ഇൻവോയ്സിനകത്ത് അതിൻ്റെ അകത്ത് കൊമേഴ്സ്യൽ ഇൻവോയ്സിന് വരാവുന്ന എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ഞാനിപ്പോ അതിന്റെ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്, നമ്മുടെ സ്ക്രീനിൽ അവൈലബിൾ ആണ്. പെർഫോമ ഇൻവോയ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ അകത്തുള്ള ഓരോ കോളവും നമ്മൾ ബയ്യറിന്റെ ഡീറ്റെയിൽസ് വാങ്ങിച്ചിട്ട്, അവരുടെ രജിസ്ട്രേഷൻസിന്റെ കാര്യം ഡീറ്റെയിൽസ് വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാവുന്നതാണ്. ട്രാൻസ്ഷിപ്മെന്റ് ആണെങ്കിൽ ട്രാൻസ്ഷിപ്മെന്റ് ഡീറ്റെയിൽസ്, ഡെസ്റ്റിനേഷൻ എവിടെയാണ്, ബാക്കി ബൈ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്,
ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻകോ ടേംസ് പറഞ്ഞ ഇന്റർനാഷണൽ കൊമേഴ്ഷ്യൽ ടേംസ് ആണ്. അത് ഇൻകോ ടേംസിന്റെ ഒരു കോളം ഉണ്ടാവും. അതിന്റെ അകത്ത് നമ്മൾ അതിന്റെ അകത്ത് CNF ആണോ CIF ആണോ എങ്ങനെയാണ് ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ അതിന്റെ അകത്ത് ഡീറ്റെയിൽ ചെയ്യണം. എങ്ങനെയാണ് പേയ്മെന്റ് മോഡ്, എന്ത് പേയ്മെന്റ് ആണ്, LC ആണോ, ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു അഡ്വാൻസ് പേയ്മെന്റ് ആണോ, എങ്ങനെയാണുള്ള പേയ്മെന്റ് ഡീറ്റെയിൽസ്. പിന്നെ സാധനത്തിന്റെ ഡീറ്റെയിൽസ്, എത്ര പാക്കറ്റ്സ് ആണ്, അതിന്റെ HS കോഡ് എന്താണ്. അപ്പൊ ഹാർമണൈസ്ഡ് കോഡ് ഓരോ പ്രോഡക്റ്റിനും ഡിഫറെന്റ് ആയിട്ടുണ്ട്. അത് അവർ ചെക്ക് ചെയ്യും. അപ്പൊ ഇന്ന ഐറ്റം തന്നെയാണെന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് പ്രധാനമായിട്ടുള്ള ഘടകമാണ്. അത് കൊമേഴ്ഷ്യൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് HS കോഡ് നോക്കുമ്പോൾ ഈ പ്രോപ്പർട്ടി തന്നെയാണ്, നമ്മൾ ഈ പ്രോഡക്റ്റ് തന്നെയാണ് അയച്ചിരിക്കുന്നത് എന്നുള്ളത് കസ്റ്റംസ് ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ബയറിന് മനസ്സിലാവും. അങ്ങനത്തെ രീതിയിലുള്ള ഡീറ്റെയിൽസ്, അതിന്റെ എമൗണ്ട് US ഡോളറിൽ എത്ര രൂപ വരും, എത്ര ഡോളർ വരും, ആ ഡോളർ വെക്കുമ്പോൾ ഇത്ര ക്വാണ്ടിറ്റിക്ക് എത്രയാണെന്ന് നമ്മൾ സാധാരണ ബില്ല് ചെയ്യുന്ന പോലെ വേർഡ്സിനൊക്കെ എഴുതി ഒരു പെർഫോമ ഇൻവോയ്സ് നമ്മൾ സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് ക്രിയേറ്റ് ചെയ്ത് സൈൻ ചെയ്ത് നമ്മൾ ബയറിന് അയച്ചു കൊടുക്കും. ബയർ അത് കാണുമ്പോൾ ബയറിന് മനസ്സിലാവും ഇന്നതാണ് ഇവര് ഈ. അപ്പൊ അവർ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അവര് വേണമെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അതിന് ശേഷമാവാം, ചിലപ്പോൾ നേരത്തെ നെഗോഷിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത്തരത്തിൽ അവര് നെഗോഷിയേറ്റ് ചെയ്തിട്ട് അവർ പറയും നമ്മളിത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരൊരു പർച്ചേസ് ബില്ല് അവിടെ നിന്ന് അവർ പ്രൊഡ്യൂസ് ചെയ്യും. ആ പർച്ചേസ് ഇൻവോയ്സ് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ക്വാണ്ടിറ്റി ഈ പെർഫോമ ഇൻവോയ്സിൽ ഉള്ള അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്തുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഷിപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സൈഡിൽ എക്സ്പോർട്ടർ എന്നുള്ള നിലയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ട ചില ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിലൊന്നാണ് കൊമേഴ്ഷ്യൽ ഇൻവോയ്സ്. കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് പ്രോപ്പറായിട്ട് നമ്മൾ എന്താ പറയുന്ന നമ്പറൊക്കെ ഇട്ടിട്ട് നമ്മളെ എങ്ങനെയാണെന്ന് പറഞ്ഞ സീരിയൽ നമ്പറൊക്കെ ഇട്ടിട്ട് ഈ പെർഫോമ ഇൻവോയ്സിൽ കാണിച്ചിരിക്കുന്ന അതേ ഡീറ്റെയിൽസ് തന്നെ റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എക്സാക്ട് ആയിട്ടുള്ള എമൗണ്ട് ബാക്കി ഡീറ്റെയിൽസും വേർഡ്സിലും ഫിഗേഴ്സിലും ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഒരു പാക്കിംഗ് ലിസ്റ്റ് ഉണ്ട്. ഈ പാക്കിംഗ് ലിസ്റ്റിന്റെ അകത്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പല പ്രോഡക്റ്റ് പല രീതിയിലുള്ള പാക്കിംഗ് ലിസ്റ്റാണ് കൊടുക്കുക. അപ്പം നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ബോക്സ് ആണ്. നമ്മളിപ്പോ സോപ്പാണ് അയക്കുന്നത്. സോപ്പിന് ഇപ്പൊ നമുക്കിപ്പോ 200 സോപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ 12 ഡസൻ 100 ഡസന്റെ ബോക്സ് ആണെന്ന് വെക്കും, അല്ലെങ്കിൽ 50 ഡസന്റെ ബോക്സ് ആണെന്ന് വെക്കും. ഈ ബോക്സിന്റെ അളവാണ് നമ്മൾ പാക്കിംഗ് ലിസ്റ്റ് കാണിക്കേണ്ടത്. അത് CBM നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് പറയാം, അതിൻ്റെ അകത്ത് കാണിക്കും. അതിന് നമുക്ക് CHA നമ്മളെ ഹെൽപ്പ് ചെയ്യും, എങ്ങനെയാണ് ഗൈഡ് ചെയ്യും. പാക്കിംഗ് ലിസ്റ്റിന്റെ അകത്ത് നമ്മൾ മാക്സിമം എത്രത്തോളം ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മുടെ കസ്റ്റംസ് ക്ലിയറൻസിനും ചെക്കിങ്ങിനും അവരുടെ പോർട്ടിൽ, നമ്മുടെ ബയറിന്റെ പോർട്ടിലുള്ള ചെക്കിങ്ങിനും ബാക്കി കാര്യങ്ങൾക്കും വളരെ ഉപകാരപ്രദമായി. അതുകൊണ്ട് ഈ കൊമേഴ്ഷ്യൽ ഇൻവോയ്സും പാക്കിംഗ് ലിസ്റ്റും കൂടി നമ്മൾ അതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പല ഡോക്യുമെന്റുകളും ഈ താഴെ പറയുന്ന നമ്മൾ പറഞ്ഞ് തുടരുന്ന പല ഡോക്യുമെന്റുകളും നമ്മുടെ CHA തന്നെ പ്രിപ്പയർ ചെയ്യും. കസ്റ്റംസിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് അവർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊമേഴ്ഷ്യൽ ഇൻവോയ്സും പാക്കിംഗ് ലിസ്റ്റും നമ്മൾ CHAക്ക് നമ്മുടെ കാർഗോ ഏജന്റിന്, കസ്റ്റംസ് ഹൗസ് ഏജന്റിന് അയച്ചു കൊടുക്കും. നേരത്തെയുള്ള പാർട്ടിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കസ്റ്റംസ് ഹൗസ് ഏജന്റും ഷിപ്പിംഗ് ഏജന്റും ഉണ്ട്. നമുക്ക് എയർലൈൻ ആയാലും ഷിപ്പിംഗ് ലൈൻ ആയാലും നമുക്ക് ഷിപ്പിംഗ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് ബുക്കിംഗ് കൊടുക്കുന്ന ഒരു ഏജന്റും കൂടെ ഒന്നായിട്ടും വരാറുണ്ട്, രണ്ട് പ്രവൃത്തിയും കൂടെ ചെയ്യുന്നവരുമുണ്ട്. പക്ഷെ കസ്റ്റംസിന് പോകുന്ന ആൾക്കാർ, കസ്റ്റംസിന് മാത്രം പോകുന്ന ആൾക്കാർ സ്പെഷ്യലൈസ്ഡ് കസ്റ്റംസ് ഏജൻസും ഉണ്ട്. അവരായിരിക്കും നമ്മുടെ ഷിപ്പിംഗിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മളെ സഹായിക്കുന്ന ആൾക്കാരെന്നുള്ളത് കൂടി. കസ്റ്റംസിന്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ CHA പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് ഷിപ്പിംഗ് ബില്ല്. ഈ ഷിപ്പിംഗ് ബില്ലിന്റെ അകത്ത് നമ്മുടെ എത്രയൊക്കെയാണ് ചെലവുകൾ, ബാക്കി നമ്മുടെ ക്വാണ്ടിറ്റി, നമ്മുടെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഷിപ്പിംഗ് ബില്ലിന്റെ അകത്തുണ്ടാവും. ഷിപ്പിംഗ് ബില്ലിന്റെ അകത്ത് ഈ ഒരു പ്രോഡക്റ്റ് പോകുന്നതുമായിട്ട് സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണോ ആവശ്യമായിട്ടുള്ളത് അതെല്ലാം അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് ചേർക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ക്വാണ്ടിറ്റി, അതിന്റെ CBM, അതിന്റെ നമ്പർ ഓഫ് പാക്കറ്റ്സ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും, വെയിറ്റ്, നെറ്റ് വെയിറ്റ്, ഗ്രോസ് വെയിറ്റ്, ഇതിലെല്ലാം ഈ കൊമേഴ്ഷ്യൽ ഇൻവോയ്സിലും പാക്കിംഗ് ലിസ്റ്റിലും നെറ്റ് വെയിറ്റ്, ഗ്രോസ് വെയിറ്റ് വേണം. നമ്മുടെ കാർട്ടന്റെ ബോക്സിന്റെ വെയിറ്റ് കൂടാതെയുള്ള നമ്മുടെ പ്രോഡക്റ്റിന്റെ വെയിറ്റ് ആണ് നെറ്റ് വെയിറ്റ്. കാർട്ടനും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടലായിട്ട് എത്ര വരും എന്നുള്ളതാണ് ഗ്രോസ് വെയിറ്റ് ആയിട്ട് കണക്കാക്കുക. അത്തരം കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഷിപ്പിംഗ് ബിൽ. ഈ ഷിപ്പിംഗ് ബില്ല് പ്രധാനമായിട്ടും കസ്റ്റംസിന് നമ്മുടെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള, കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടി, കസ്റ്റംസിന് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഒരു പ്രധാനമായിട്ടുള്ള ഒരു കണ്ടെയ്നർ സീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നമ്മൾ മാക്സിമം എന്തൊക്കെ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുഴുവൻ ആഡ് ചെയ്തിട്ടുണ്ടാകും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു ജാതകം എന്നൊക്കെ പറയുന്നത് പോലെ ഈ പ്രോഡക്റ്റിന്റെ കണ്ടെയ്നറിന്റെ ജാതകമാണ് ഈ ഷിപ്പിംഗ്. ഡോക്ക് റെസീറ്റ്. ഡോക്ക് റെസീറ്റ് നമ്മൾ സാധനം കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഷിപ്പിംഗ് ലൈനിൽ നിന്നും കപ്പൽ കമ്പനിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് ഡോക്ക് റെസീറ്റ്, ഡോക്ക് ബിൽ. അത് നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബിൽ ഓഫ് ലേഡിംഗ് ഇഷ്യൂ ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് വളരെ പ്രധാനമായിട്ട് ചോദിച്ചു വാങ്ങേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ അതിന് ഈ തരത്തിലുള്ള പ്രാധാന്യമുണ്ട്. ഇത് നമ്മൾ കൈമാറിയിട്ടുണ്ട്, ഇത്ര സാധനം, ഇത്ര ഡീറ്റെയിൽസ് നമ്മൾ ഷിപ്പിംഗ് ബില്ലിൽ കാണിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൈമാറി കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ബില്ലാണ് ഡോക്ക് ബില്ല്. ഡോക്ക് ബില്ല് നമ്മൾ കപ്പൽ കമ്പനിയിൽ നിന്നാണ് കിട്ടുന്നത്, അത് നമ്മൾ കളക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഡോക്ക് റെസിപ്റ്റ് പോലെ തന്നെ പ്രധാനമായിട്ടുള്ളതാണ് വെയർ ഹൗസ് റെസിപ്റ്റ്. വെയർ ഹൗസ് റെസിപ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പോർട്ടിനകത്ത്, തുറമുഖത്തിനകത്ത് നമ്മൾ സാധനം സ്റ്റോക്ക് ചെയ്തിട്ട് നമ്മൾ കിട്ടുന്ന ഒരു രസീതാണ് വെയർ ഹൗസ് റെസിപ്റ്റ്. അത് നമുക്ക് പലതരത്തിൽ നമുക്ക് ബാങ്കുകൾക്ക് കൊടുത്തത് ഒരു ഗ്യാരണ്ടി ആയിട്ട് സാധനം അവൈലബിൾ ആണ്, ഇന്ന സ്ഥലത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് സ്റ്റോറേജിൽ ഇരിക്കുന്നു, നിങ്ങൾ ഡെമറേജ് പോലെയുള്ള വാക്കുകൾ കേട്ട് കാണും. അത് ഒരു ഫൈനാണ്. നമ്മൾ ഒരുപാട് കാലം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ വെയർ ഹൗസ് റെസീറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ സാധനം നമ്മുടെ ഓണർഷിപ്പിൽ ഉള്ളതാണ്, നമ്മൾ ഒരു വെയർ ഹൗസിൽ കൊടുത്തിരിക്കുകയാണ്, ഒരു സ്റ്റോറേജിൽ വച്ചിരിക്കുകയാണ് എന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു പ്രൂഫാണ് നമ്മുടെ ബാങ്കിന് വേണ്ടിയിട്ടും നമ്മുടെ ബയ്യറിനെ കാണിക്കുന്നതിനായിട്ടും എല്ലാമായിട്ട് ഉള്ള ഒരു പ്രൂഫാണ് ഈ വെയർ ഹൗസ് റെസീറ്റ്. പോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു രേഖയാണ്, ഒരു ഡോക്യുമെന്റ് ആണ് സാനിറ്ററി സർട്ടിഫിക്കറ്റ്. സാനിറ്ററി സർട്ടിഫിക്കറ്റ് പല പ്രോഡക്ട്സിനും പല ഏജൻസികളാണ് നൽകുന്നതെങ്കിൽ പോലും ഇതിന്റെ ബേസിക് ആയിട്ട് ഇതിന്റെ എല്ലാം ലക്ഷ്യം ഒന്ന് തന്നെയാണ്. എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഞാനിത് എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു അഗ്രികൾച്ചർ പ്രോഡക്ട്സിന്റെ, ഫുഡ് പ്രോഡക്ട്സിന്റെ ഒരു വലിയ എക്സ്പോർട്ടറാണ്. അരി പോലെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ സാനിറ്ററി റെസിപ്റ്റ് വേണം. നല്ല രീതിയിൽ വൃത്തിയുള്ള സാഹചര്യത്തിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്, പാക്ക് ചെയ്തിരിക്കുന്നത് എന്നതിന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് സാനിറ്ററി സർട്ടിഫിക്കറ്റ്. സാനിറ്ററി സർട്ടിഫിക്കറ്റ് നമ്മുടെ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അത് നമ്മുടെ ബയറിനും പേര് ചെയ്യാനും അവിടുത്തെ ഗവൺമെന്റിനും ഒരു രേഖയാണ്. ഇതിനിങ്ങനെയുള്ള സാഹചര്യം, ഞാൻ ക്വാളിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്, സാനിറ്ററി സിറ്റുവേഷൻസ് നമ്മളത് നല്ല പാക്കിങ്ങോട് കൂടി നമ്മൾ ഈ പുഴുക്കളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഇല്ലാതെ നല്ല രീതിയിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി ഒരു ഡിഫറെന്റ് കൺസേൺ ആണ്. ഇത് സാനിറ്ററി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിലാണ് പാക്ക് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ഒരു പ്രധാന ഹസാർഡസ് ഗുഡ്സ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും അത് ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇതാണ് വളരെ അപകടകരമായ, ഹസാർഡസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതിന് നമുക്ക് വേറെ ചില നോമുകൾ കൂടി ഉണ്ട്. അത് ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യുന്ന ആൾക്കാർ അതിന് വേറെ കുറച്ച് നോംസ് കൂടെ ഉണ്ട്. നമ്മുടെ എൻവയോൺമെന്റൽ മിനിസ്ട്രിയിൽ നിന്നും ഹസാർഡസ് ഗുഡ്സ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോ ബാറ്ററി, നിങ്ങൾ ഒരു ലെഡ് ആസിഡ് ബാറ്ററിയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് വയ്ക്കും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ പ്രകൃതി മന്ത്രാലയം എന്ന് പറയാമായിരിക്കും, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, അവരെ സമീപിക്കുകയും അവര് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്ത് കുറച്ച് ഡ്യൂ ഡെലിജൻസും ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയ ശേഷം ഇമ്പോർട്ടറിനോ എക്സ്പോർട്ടറിനോ അവര് ഒരു ഹസാർഡസ് ഗുഡ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്. അപ്പൊ തന്നെ അവര് അതിനോടൊപ്പം തന്നെ അവര് ചില നോംസും കൂടെ അതിനുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ബാറ്ററിയെ കുറിച്ചാണ് സംസാരിച്ചത്. ഈ ബാറ്ററിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവര് പറയുന്നതെന്ന് പറഞ്ഞാല് അവരൊരു ലിസ്റ്റ് ഓഫ് റീസൈക്ലിംഗ് ആൾക്കാരുടെ, റീസൈക്കിൾ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റ് നമുക്ക് തരും. ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള റീസൈക്ലേഴ്സിന്റെ ലിസ്റ്റ് തരും. ആ റീസൈക്ലേഴ്സുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം. അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മൾ സർട്ടിഫിക്കറ്റ് വഴി ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഹാൻഡിൽ ചെയ്യുന്ന പ്രോഡക്റ്റ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്, ഇറക്കുമതി ചെയ്യുകയാണ് എങ്കിൽ ഈ സാധനം നമ്മൾ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർമാർ വഴിയും ഡീലർമാർ വഴിയും 2-3 തട്ട് താണ്ടി നമ്മൾ താഴത്തെ തട്ടിൽ കസ്റ്റമറിനെ അല്ലെങ്കിൽ ഡീലർ വഴി സപ്ലൈ ചെയ്യും. സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു കാലം ബാറ്ററിക്ക് ഒരു ലൈഫ് ഉണ്ടല്ലോ, ഈ കുറച്ചു കാലം ഈ ബാറ്ററി ഉപയോഗിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യുക, സാധാരണ ഈ ബാറ്ററി എടുത്ത് നമ്മൾ വലിച്ചെറിയുകയാണ് ചെയ്യുക. പക്ഷെ ഇവർ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാല് ഈ ഡീലർമാരെ കൊണ്ട് തന്നെ ഈ ബാറ്ററികൾ തിരികെ വാങ്ങി നമ്മൾ റീസൈക്ലിംഗ് സെന്റേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ടർമാർ വഴിയോ
അല്ലെങ്കിൽ ഇമ്പോർട്ടർ വഴിയോ അയച്ചു കൊടുക്കണം എന്നുള്ളത് അഷ്വർ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ ഹസാർഡസ് ഗുഡ്സ്. ഹസാർഡസ് ഗുഡ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള സർട്ടിഫിക്കേഷൻ നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യാൻ കഴിയില്ല. ആ സർട്ടിഫിക്കറ്റ് അതിനോടൊപ്പം നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത് പ്രധാനമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. നമ്മുടെ കയറ്റുമതി ഇറക്കുമതി വ്യാപാരത്തിൽ ഹസാർഡസ് ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന സംരംഭകർ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് പ്രധാനമായിട്ടും പറയുമ്പോൾ നമുക്ക് ഞാനിപ്പോ പറഞ്ഞ ബാറ്ററിയുടെ കാര്യം തന്നെ, അതിൻ്റെ അകത്ത് ലെഡും പ്ലാസ്റ്റിക്കും സെപ്പറേറ്റ് ആയിട്ട് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ പ്രകൃതിക്ക്, നമ്മുടെ എൻവയോൺമെന്റിന് വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അഷ്വർ ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റിന്റെ നയമാണ്. അത് ഇറക്കുമതി കൺട്രി ഏതാണ്, രാജ്യത്താണ് നിങ്ങൾ ഇറക്കുമതി ചെയ്യുന്നോ അവിടെയും അത് പ്രയോജനകരമായിട്ട് വരും. നമ്മുടെ രാജ്യത്തും അതിന്റെ ആവശ്യമായിട്ട് വരും. അത്തരത്തിലുള്ള സാധനങ്ങൾക്ക് ഹസാർഡസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നോട്ട് ചെയ്യുക, അതും ഒരു പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കേഷൻ ആണ്. നാം ഇപ്പോൾ സാനിറ്ററി സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് പറഞ്ഞു. സാനിറ്ററി നമ്മൾ ക്ലീൻ ആയിട്ട് പാക്ക് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ ചില പ്രോഡക്റ്റുകൾ, ഇപ്പോൾ ചിക്കൻ ആണ്, അല്ലെങ്കിൽ ഇറച്ചിയാണ്, മീറ്റാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ഈ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് അതിൽ നിന്ന് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഏത് സംസ്ഥാനത്താണോ നമ്മൾ ഈ സ്ലോട്ടറിങ് ചെയ്യുന്നത്, ഈ ഇറച്ചിയാക്കി മാറ്റുന്നത്, മൃഗത്തിനെ നമ്മൾ സംഭരിച്ച് കൊണ്ടുവന്ന് ഇറച്ചിയാക്കി മാറ്റി കഴിയുന്ന സ്ഥലത്ത്, ആ സ്ഥലത്ത് ഉള്ള ആ സർക്കാരിന് കീഴിലുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫീസിൽ നിന്നാണ്, അതിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുക. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കൺട്രോളിലാണ് നടക്കുന്നത്. ഹെൽത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആഹാരത്തിന് പൂർണ്ണമായിട്ട് യോഗ്യമാണ്. ഞാൻ നേരത്തെ സാനിറ്ററി ആണെന്ന് പറഞ്ഞത്, സാനിറ്ററിയില് ചിലപ്പോൾ അതിന്റെ വൃത്തി മാത്രമായിരിക്കും നോക്കുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് സർട്ടിഫിക്കറ്റിന് ഇപ്പോ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം, നമ്മൾ മൃഗങ്ങളുടെ കാര്യമാണെങ്കിൽ ഇത് രോഗമുള്ള മഞ്ഞപ്പിത്തമുള്ള ഒരു മൃഗമല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കോളിഫോം ബാക്ടീരിയ അടങ്ങിയിട്ടില്ല, വേറെ എന്തെങ്കിലും ഒരു ബാക്ടീരിയ സാന്നിധ്യമില്ല, ഇത് നല്ല ഹൈജീനിക് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അവർ ഇൻസ്പെക്ഷൻ ചെയ്ത് സ്ലോട്ടർ ഹൗസുകളിൽ ഇൻസ്പെക്ട് ചെയ്തിട്ട് അവരവിടെ നിന്നും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനം കൊണ്ട് തന്നെ ഹെൽത്ത് സർട്ടിഫിക്കറ്റും ഈ തരത്തിൽ ആ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കേഷൻ ആണ്, ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ കരുതാം. നാഷണൽ പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ തരുന്ന ഫൈറ്റോ സാനിറ്ററി സർട്ടിഫിക്കറ്റ്, അതും ഒരു പ്രധാനമായിട്ടുള്ള കയറ്റുമതിക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു സർട്ടിഫിക്കേഷൻ ആണ്. ഈ മരക്കറി പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, ചെടികൾ, അങ്ങനെയുള്ള സസ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ ഈ ഫൈറ്റോ സാനിറ്ററി സർട്ടിഫിക്കറ്റ് അതിനോടൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഇത് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ, നമ്മൾ പറഞ്ഞ സാനിറ്ററി സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നമുക്ക് അഷ്വർ ചെയ്യുന്നത്, ഇപ്പൊ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഇപ്പൊ നമ്മൾ മുംബൈ പോർട്ടിൽ നിന്നാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ, JNPT നിന്നാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ, അവിടുത്തെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് തരുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ദമാം ആണെങ്കിൽ ദമാമിലെ ഗവൺമെന്റിന് എന്തൊക്കെ തരത്തിലുള്ള അഷ്വറൻസ് ആണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഇറച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ ശ്രീലങ്കയിലെ നിയമം, റീസെന്റ് ആയിട്ടുള്ള നിയമം എങ്ങനെയെന്ന് പറഞ്ഞാൽ അവര് തന്നെ, അവിടുത്തെ ഗവൺമെന്റ് തന്നെ ഒരു ലിസ്റ്റ് ഓഫ് ബാക്ടീരിയാസിന്റെ ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്ടീരിയാസ് എല്ലാം ചെക്ക് ചെയ്ത് ഈ ബാക്ടീരിയാസ് ഒന്നും ഇല്ല എന്നുള്ള ലാബ് സർട്ടിഫിക്കറ്റിനോടൊപ്പമാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പൊ ശ്രീലങ്കയിലേക്ക് ഇറച്ചി കയറ്റി അയക്കുന്ന ഒരു കയറ്റുമതിക്കാരൻ ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിന് ഒപ്പമുള്ള ഒരു ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അഷ്വർ ചെയ്യുന്നത് ഈ നമ്മുടെ ഡെസ്റ്റിനേഷൻ കൺട്രിയിൽ, അതുപോലെ തന്നെ ഈ ഫൈറ്റോ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റും അതുതന്നെയാണ് അഷ്വർ ചെയ്യുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്വാളിറ്റി അഷ്വറൻസ് വേണ്ടത്, എന്തൊക്കെയാണ് ഹൈജീൻ അഷ്വറൻസ് വേണ്ടതെന്ന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇത്. അതുപോലെ മറ്റൊരു സർട്ടിഫിക്കേഷൻ ആണ് ഫ്യൂമിഗേഷൻ സർട്ടിഫിക്കറ്റ്. ഒരു കാലത്ത്, വളരെക്കാലം മുമ്പ് കൊല്ലം ജില്ലയിൽ ഒരുപാട് ഫ്യൂമിഗേഷൻ കമ്പനികൾ ഉണ്ടായി. എന്റെ ഒരു സുഹൃത്തും അത്തരം ഒരു കമ്പനി നടത്തിയിരുന്നു. അക്കാലത്ത് ഞാൻ എന്താണ് ഫ്യൂമിഗേഷൻ കമ്പനികൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ കൊല്ലം ഭാഗത്ത് എന്തുകൊണ്ട് ഇത്രയും ഫ്യൂമിഗേഷൻ കമ്പനികൾ, TCI പോലെയുള്ള വലിയ വലിയ ഫേമസ് കമ്പനികളും ചെറിയ കമ്പനികളും എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ച് വളരെ ചിന്ത ഉണ്ടായി. യഥാർത്ഥ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് കശുവണ്ടി ഒരുപാട് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ കശുവണ്ടിക്ക് ഫ്യൂമിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് ആദ്യം തന്നെ കശുവണ്ടി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് ഈ കീടങ്ങൾ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോഫ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ഭക്ഷിക്കാൻ പറ്റുന്ന സാധനമാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഒരു പ്രൊട്ടക്ഷൻ അവർ ആദ്യം തന്നെ ഈ സ്റ്റോറേജ് ചെയ്യുന്ന റൂമിന്റെ അകത്ത് തന്നെ നമ്മൾ വലിയ കുഴികൾ എടുത്തിട്ട് വലിയ പോർട്ട് ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കെമിക്കൽസ് നിറച്ച് ആ കെമിക്കൽസ് ഈ കീടങ്ങളൊന്നും അടുത്ത് വരാത്ത രീതിയിൽ ഒരു ലക്ഷ്മണ രേഖ തീർത്തിട്ട് അതുപോലെ സ്പ്രേയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കുറെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫ്യൂമിഗേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഞാനിപ്പോ ഒരു ഫുഡ് പ്രോഡക്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഫ്യൂമിഗേഷൻ ഫുഡ് പ്രോഡക്റ്റിന് വേണ്ടി മാത്രമല്ല. ഇപ്പൊ കപ്പലണ്ടി പോലെ അല്ലെങ്കിൽ കശുവണ്ടി പോലെയുള്ള വസ്തുക്കൾക്ക് വേണ്ടി മാത്രമല്ല. ഇത് കൂടാതെ തടിയിലുള്ള ഉൽപ്പന്നങ്ങളിൽ ഒരുപാട് ഇതുപോലെയുള്ള ജീവികൾ കയറാനുള്ള സാധ്യത, ഉൽപ്പന്നങ്ങൾ കയറാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്കറിയാം. തടിക്കകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കെമിക്കൽ ഡിപ്പൊക്കെ ചെയ്ത് ഫ്യൂമിഗേറ്റ് ചെയ്തിട്ടാണ് അയക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു സർട്ടിഫിക്കേഷൻ നേടേണ്ടതുണ്ട്. അത്തരം സാധനങ്ങൾ, അത്തരം പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്യുന്ന കയറ്റുമതിക്കാർ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു സർട്ടിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ തരം സർട്ടിഫിക്കേഷനെ കുറിച്ച് പഠിക്കണമെന്ന് വെച്ചോളൂ. അത് ഒരു തരം സർട്ടിഫിക്കേഷൻ ആണ് ഫ്യൂമിഗേഷൻസ്. ഇത്തരത്തിൽ ഓരോ പ്രോഡക്റ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്ത് നമ്മൾ ജനറലൈസ് ചെയ്ത് ഇതെല്ലാം ആവശ്യമാണ് ഒരു പാക്കേജ് പോലെ നമുക്ക് കസ്റ്റമറിന് നമ്മുടെ കയറ്റുമതി പഠിക്കുന്ന ഒരാളോട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. അത് നമുക്കറിയാം. നമ്മുടെ എക്സ്പീരിയൻസ് നമുക്കൊരു ടാബ്ലറ്റിലാക്കി നമ്മുടെ അടുത്ത ജനറേഷൻ കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അതൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവർക്കത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാവും. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇലക്ട്രോണിക് ഡാറ്റ ഇപ്പൊ നമ്മൾ കുറച്ച് കാലമായിട്ട് ഇത് കൂടാതെ ഈ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഓരോ പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അതിന്റെ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലൊക്കെ നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്യും. എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ആവശ്യമെന്നുള്ള രീതിയിൽ ഇൻസ്ട്രക്ട് ചെയ്യും. പക്ഷെ ഇതെല്ലാം കൂടാതെ ഇപ്പൊ നമ്മൾ നടന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കാര്യം ഒഴിച്ചു വെച്ചാൽ മറ്റു ഡോക്യുമെന്റേഷൻ നമുക്ക് ഇലക്ട്രോണിക് ഡാറ്റ ട്രാൻസ്ഫർ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകമായി ഇന്ത്യയെ വളരെ ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറിയിരിക്കുന്നു. നമുക്ക് പ്രോഡക്റ്റ് നമ്മളിപ്പോ ഒരു കയറ്റുമതിയെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ ബയറിന്റെ അടുത്ത് ഇറക്കുമതിക്കാരന് എത്തിക്കാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊരു ഫ്യൂച്ചർ പോയിന്റ് ഓഫ് നമ്മുടെ ഒരു ഓപ്പറേഷൻ ആണ്. പ്രധാനമായിട്ടും ആ ഡോക്യുമെന്റേഷനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്ഫർ എന്നുള്ളത് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കസ്റ്റംസ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്ന CHIമാർ സംസാരിക്കാവുന്നതാണ്. അവർ ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു തരും എങ്ങനെ ചെയ്യണം എന്നുള്ളത്. നമുക്കറിയാമല്ലോ ഇപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചർ പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഒക്കെ ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് നമുക്ക് വേറെ വിഭാഗങ്ങളിൽ സംസാരിക്കാം. ഞാൻ ഈ പറയുന്നത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റേഷനെ കുറിച്ച് മാത്രമാണ്. അല്ലാതെ കമ്പനി ഫോം ചെയ്യുമ്പോഴും മറ്റും ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സിനെ കുറിച്ചല്ല. ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ നമ്മൾ പറഞ്ഞ ഈ ഡോക്യുമെന്റേഷൻ എല്ലാം നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ആവശ്യമാണ്. അപ്പൊ അതിന്റെ ഐസ്കേറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു. അത്തരം കാര്യങ്ങൾക്കെല്ലാം ഈ ഈ ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് ഒരു പ്രധാന ഒരു ഡോക്യുമെന്റേഷൻ സിസ്റ്റമായിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടതാണ്, നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. പറഞ്ഞ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകളും ഡിജിറ്റൽ സിഗ്നേച്ചറുകളും നമ്മുടെ ഒരു ആധുനികമായിട്ട് വളരെ പ്രചാരത്തിലിരിക്കുന്നു. നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം നമുക്ക് ഡിജിറ്റൽ ആയിട്ടാണ് വരുന്നത്. നമുക്ക് കിട്ടുന്ന നമ്മളിപ്പോ രജിസ്ട്രേഷൻസ് എല്ലാം തന്നെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് ആണ്. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിനകത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ ഈ പറഞ്ഞതുപോലെ നമ്മുടെ അതോറിറ്റിയുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാവും. അപ്പൊ നമുക്കത് ഡിജിറ്റൽ സിഗ്നേച്ചർ എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിളിൽ അറിയാൻ പറ്റും. നിങ്ങൾ അത് കണ്ടുപിടിക്കുക, വാലിഡേറ്റ് ചെയ്ത ശേഷം അത് നിങ്ങൾക്ക് PDF ആയിട്ട് തന്നെ പല ആൾക്കാർക്കും ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം PDF ആയിട്ടാണ് വരുന്നത്. വെറും ഒരു PDF ഡോക്യുമെന്റ് ആയിട്ട് വന്നാലും ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ IE കോഡ് നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് അത് വരുന്നത് നമുക്കിപ്പോ പഴയ പോലെ പ്രിന്റഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഫോട്ടോ ആയിട്ട് വെച്ചൊന്നും വരുന്നില്ല. എല്ലാം ഒരു QR കോഡിൽ ഒതുങ്ങുവാണ്. അതിൻ്റെ അകത്ത് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാവും. അത് നമ്മൾ വാലിഡേറ്റ് ചെയ്ത് നമ്മൾ ഒരു ഡോക്യുമെന്റ് ആയിട്ട് സേവ് ചെയ്ത് സൂക്ഷിക്കുക. അപ്പൊ അത് തന്നെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ് ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്നത്. എല്ലാ സർട്ടിഫിക്കറ്റ്സും അങ്ങനെ തന്നെയാണ് വരുന്നത്. അതിനെക്കുറിച്ച് ചെറിയൊരു നോളജ് നമ്മൾ പറയുന്ന കയറ്റുമതിക്കാരന് ഉണ്ടാവേണ്ടതുണ്ട്. എന്താണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്? ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ സർട്ടിഫിക്കറ്റ് തന്നെ അത് PDF ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ളതാണ്. പക്ഷെ ആ സർട്ടിഫിക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ QR കോഡിൽ സ്കാൻ ചെയ്താൽ എന്തൊക്കെയാണ് നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ആ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. അതിനോടൊപ്പം അതിൻ്റെ അകത്ത് ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാവും. ആ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു വാലിഡ് സർട്ടിഫിക്കറ്റ് ആയിട്ട് മാറും. എവിടെ വേണമെങ്കിലും നമുക്കത് ഷെയർ ചെയ്യാം, ഈസി ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ അമേരിക്കയിൽ അയക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പഴയ പോലെ സ്കാൻ ചെയ്ത് നമ്മൾ അയക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ തന്നെ അയക്കാൻ പറ്റും. അതിനകത്ത് തന്നെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റും ഡിജിറ്റൽ സിഗ്നേച്ചറിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിച്ചിരിക്കേണ്ടത് പ്രധാനമാണ്. ഒരു കയറ്റുമതിക്കാരൻ അറിഞ്ഞിരിക്കേണ്ടതാണ്.
ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡിജിറ്റൽ സിഗ്നേച്ചറും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകളുടെയും പോലും അതൊരു ആധുനികമായിട്ടുള്ള ഒരു സംവിധാനമാണെങ്കിൽ പോലും അതിന്റെ പോലും കാലം കഴിഞ്ഞു പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം സ്കാമുകളും കാര്യങ്ങളും ഇന്റർനാഷണൽ ലെവലില് നമ്മൾ വേറൊരു രാജ്യത്തേക്ക് അയക്കുമ്പോൾ ഇതിന്റെ അകത്ത് വലിയ ഒരു ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ആക്സസ് ചെയ്യാനോ അതിന്റെ കാര്യങ്ങൾ നമുക്ക് ക്ലാരിഫൈ ചെയ്യാനോ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് കസ്റ്റംസുകാർക്കാണെങ്കിലും ബാക്കി. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നുള്ളത് നമുക്കറിയാം. ഞാനിത് ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒന്നും നമ്മുടെ സിസ്റ്റത്തിലൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല. നമുക്കൊരു വിശ്വാസ്യത ഉണ്ടാകുന്ന രീതിയിൽ ബിറ്റ്കോയിൻ ഡിജിറ്റൽ കറൻസി പോലെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ഡോക്യുമെന്റേഷൻ നടത്തുന്ന ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ആയി വരുന്നു. പല രാജ്യങ്ങളിലും അത്തരം കാര്യങ്ങളാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ആയിട്ടുള്ള ബയറിനായാലും കസ്റ്റംസ് ഓഫീസേഴ്സിനായാലും എയർലൈൻ കമ്പനിക്കായാലും ഷിപ്പിംഗ് കമ്പനിക്കായാലും അല്ലെങ്കിൽ അവിടുത്തെ കാർഗോ ഏജൻസിനായാലും എല്ലാവർക്കും ഇത് വളരെ വിശ്വാസ്യമായിട്ടുള്ള വളരെ വളരെ ഒരു ടെക്നോളജിയാണ്. ഇതിൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ചെയിനിൽ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ടെക്നോളജി ആയിട്ട് നമ്മുടെ ഫ്യൂച്ചർ ഡിജിറ്റൽ ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സർട്ടിഫിക്കറ്റ് ട്രേഡ് സർട്ടിഫിക്കേഷൻ എല്ലാം ഡിജിറ്റൽ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലോട്ട് മാറുന്ന കാലം വിദൂരത്തിലല്ല. അത് സംഭവിക്കാം. ഞാനീ പറഞ്ഞ നമ്മുടെ സർക്കാർ ഏജൻസിയിൽ നിന്ന് വരുന്ന സർട്ടിഫിക്കറ്റുകൾ മാറുമെന്നല്ല ഞാൻ പറയുന്നത്. ട്രേഡ് ഡോക്യുമെന്റ്സ് മുഴുവൻ ബ്ലോക്ക് ചെയിനിലായിട്ട് ബാങ്കുകളിലോട്ട് പോകുന്ന ഒരു സിസ്റ്റം വന്നുകൊണ്ടിരിക്കുകയാണ്, എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കുറിച്ചുകൂടി ഇന്ന് കയറ്റുമതി വ്യാപാരത്തിൽ ഇറങ്ങുന്ന സംരംഭകർ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതിന് പുതിയ ടെക്നോളജി വരുന്നു, അതിനെക്കുറിച്ച് എസ്റ്റാബ്ലിഷ് ആയി വരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. ഉപരിയായിട്ട് പറയുവാനുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ഞാൻ പറഞ്ഞില്ലേ ട്രേഡ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ചേംബർ ഓഫ് കൊമേഴ്സസ്, പിഒ, ഫിക്കി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. പിന്നെ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസ് എല്ലാം പറഞ്ഞു. ഇത്തരം ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് ഓരോ പ്രോഡക്റ്റും. എനിക്കിപ്പോ എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല, സമയം ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് മാത്രമല്ല ചിലപ്പോൾ എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ചും എനിക്ക് അറിയുമുണ്ടാവില്ല. എനിക്കറിയാത്ത ലോകത്ത് എത്രയോ കാര്യങ്ങൾ ഉണ്ടല്ലോ, പല പ്രോഡക്റ്റുകളും ഉണ്ടല്ലോ. ആ പ്രോഡക്റ്റുകളെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നവര് ഇപ്പൊ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് അല്ലാതെ മെഷീനറി പ്രോഡക്ട്സോ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പ്രോഡക്ട്സോ ഇലക്ട്രോണിക് പ്രോഡക്ട്സോ അല്ലെങ്കിൽ IT പ്രോഡക്ട്സോ ഏതെങ്കിലും പ്രോഡക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നവർ എന്തൊക്കെയാണ് സർട്ടിഫിക്കേഷൻസ് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഞാനിപ്പോ പറഞ്ഞ ഇപ്പൊ അപ്പേഡ അല്ലെങ്കിൽ മെറൈൻ പ്രൊമോഷൻ ഡെവലപ്മെന്റ് അതോറിറ്റി അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രമാണ്. നമ്മുടെ പ്രോഡക്റ്റിന് അനുയോജ്യമായിട്ടുള്ള ഏതാണ് നമ്മുടെ എക്സ്പോർട്ട് പ്രൊമോഷൻ ഡെവലപ്മെന്റ് അതോറിറ്റി അല്ലെങ്കിൽ ഒന്നുകിൽ പ്രൊമോഷൻ കൗൺസിൽ എന്ന് പറയും അല്ലെങ്കിൽ ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയും. ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഈ ഫിഷിനും അല്ലെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സിനും മീറ്റിനും ഒക്കെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഇവിടുത്തെ വലിയ ലീഡിങ് എക്സ്പോർട്ട് കമോഡിറ്റി. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ പ്രൊമോഷൻ ഡെവലപ്മെന്റിന്റെ ആവശ്യമുണ്ട്, ഗവൺമെന്റ് സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പേരുകൾ വെച്ചിരിക്കുന്നത്. അപ്പാരലിന് ഇപ്പൊ നമ്മൾ റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ആണ് ചെയ്യുന്നത്, അത് പ്രൊമോഷൻ കൗൺസിൽ എന്നാണ് പറയുന്നത്. അതുപോലെ ജെം ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ എന്നാണ്. ഇത്തരത്തിലുള്ള പ്രൊമോഷൻ കൗൺസിലുകളുമായിട്ടും മറ്റുള്ള ചേംബർ ഓഫ് കൊമേഴ്സുകളുമായിട്ടും ബന്ധപ്പെടുമ്പോൾ അവരുടെ രജിസ്ട്രേഷൻസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രജിസ്ട്രേഷൻസ് എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് മാൻഡേറ്ററി ആണ്. രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഇത്തരം ഹെൽപ്പ് കിട്ടും. ഏതൊക്കെയാണ് സർട്ടിഫിക്കേഷൻസ് ആവശ്യമായിട്ടുള്ളത്, എങ്ങനെയാണ് ആ സർട്ടിഫിക്കറ്റുകൾ നേടുന്നത്, എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇത്തരത്തിൽ അവർ ട്രെയിനിങ്ങും തരുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. ആളുകൾ അവരുടെ ഏജന്റുമാരും ബാക്കി സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അവരെ സമീപിച്ചാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പൊ ഇതില് നമ്മൾക്ക് പ്രധാനമായിട്ടുള്ള ഡോക്യുമെന്റേഷൻസിനെ കുറിച്ചാണ് സംസാരിച്ചത്. നന്ദി.